പട്ടാമ്പിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 21ാം നൂറ്റാണ്ടിലേക്ക് പുതിയൊരു ഇന്ത്യ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നയിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് കോടാനകോടി ജനങ്ങളുടെ ആശയും പ്രതീക്ഷയും ആവേശവും അഭിലാഷവും ഒക്കെ ആയിരുന്ന രാജീവ് ജി പിന്നെ ഒരു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും നമ്മുടെ നാടിനെ തന്നെ നിരാശരാഴ്ത്തിക്കൊണ്ട് വിട്ടുപിരിഞ്ഞു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രാജീവ് ഗാന്ധി മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, ഇന്ദിരാജിയുടെ ആകസ്മിക വേർപാടിനെ തുടർന്ന് തികച്ചും അവിചാരിതമായാണ് രാജീവ് ജി പൊതുരംഗത്തും വന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്നതും പിന്നെ അതിനെ തുടർന്നുണ്ടായ 84-ലുണ്ടായ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതും നമുക്കത് അറിയാം. 493 സീറ്റ് മത്സരിച്ച അന്ന് 404ഓളം സീറ്റുകളിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി പാർട്ടിയെ ജയിപ്പിച്ച് അങ്ങനെ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെച്ച ദീർഘവീക്ഷണത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നേതൃത്വം വഹിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയാണ് രാജീവ്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാഫി കാരക്കാട് അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ ജിതേഷ് മോഴിക്കുന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി. AK അക്ബർ, വാഹിദ് കൽപ്പക, ജമാൽ മപ്പാട്ടുകര, മുനീർ, ഷഹീർ, ഹഫിൽ ജംഷാദ്, ആഷിഖ്, റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.